ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ട്രിവേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. അപ്പം ആ യാത്ര എന്താണെന്ന് നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ അല്ലേ വെറുപ്പിക്കുന്നില്ല. അപ്പം നമ്മളൊരു ഇൻട്രോ ഇതുവരെ എടുത്തില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇൻട്രോ എടുത്തില്ല. കാരണം കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്ത് എത്തിയിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാടിൻ്റെ നടുവിലാണ്. ഇതിപ്പോൾ റാന്നി ആ റൂട്ടാണ്, എരുമേലി റാന്നി കഴിഞ്ഞിട്ട് എരുമേലി റൂട്ടാണത്. അപ്പം നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഉണ്ടേ സൈലൻ്റായൊക്കെ ഉണ്ടോ ശബ്ദങ്ങൾ കേട്ടോ, നല്ല ഒരു ശബ്ദം കേട്ടില്ല. ഇതാണ് നേച്ചറിൻ്റെ ശബ്ദം. നമ്മളെ ഇടയ്ക്കിടയിൽ വണ്ടിയും കൊണ്ടൊന്നും ഇങ്ങനെ ശല്യം ചെയ്യുന്നെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ കൂടി. അപ്പോൾ നമ്മൾ കാട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഡോറയായിട്ടാണ്. നമ്മൾ ഡോറയെ നിങ്ങൾ ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മേടിച്ചത് നമ്മളൊരു വ്ളോഗായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്തിന് വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഷോർട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു വ്ളോഗായിട്ട് ചെയ്യേണ്ട. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു യാത്ര പോയിട്ട് അതിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനൊരു വ്ളോഗായിട്ട് ചെയ്യാഞ്ഞത്. അപ്പം ഇതാണ് ഡോറ. അപ്പോൾ ഇതേപോലൊരു വണ്ടി എനിക്ക് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 വർഷം മുന്നേ എൻ്റെ ഉണ്ടായിരുന്നു. സെയിം വണ്ടി സെയിം കളർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ കാരണം നമുക്ക് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം നമ്മൾ റെഡി പൈസ കൊടുത്തിട്ട് തന്നെ ദൈവം സഹായിച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റി. ഗോഡ് ഈസ് ഗ്രേറ്റ്. സോ നമ്മളത് മേടിച്ചു. ഇതാണ് ഡോറ എന്ന് പേര് വയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു പേർഷ്യൻ ക്യാറ്റായിരുന്നു, ഒരു വൈറ്റ് ഡോൾ ഫേസ് ഒക്കെ ഉള്ള. അപ്പോൾ അവളെ നമ്മൾ ഭയങ്കര വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ട്, ഒരു ക്യാറ്റുണ്ട്. അപ്പോൾ പക്ഷേ എങ്കിലും അവളെ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്തു. അപ്പോൾ ഇതിന് നമുക്ക് ഈ വണ്ടി നമുക്ക് വളരെ സെൻറ്റിമെൻ്റലാണ്. അപ്പം അവളും സെൻറ്റിമെൻ്റലാണ്. ഇപ്പം നമ്മൾ ഈ വണ്ടിക്ക് ഡോറ എന്ന് പേര് വെച്ചു. ഇതാണ് ഡോറ. അപ്പം നമ്മൾ മറ്റുള്ള വണ്ടിക്കൊന്നും നമുക്കങ്ങനെ പേരൊന്നുമില്ല. ഈ വണ്ടി വളരെ സെൻറ്റിമെൻ്റൽ ആയതുകൊണ്ടും ഡോറയും ഞങ്ങൾക്ക് വളരെ സെൻറ്റിമെൻ്റൽ ആയതുകൊണ്ട് നമ്മൾ ഡോറ എന്ന് പേര് വെച്ചവൾ. നമ്മൾ ഒറ്റയ്ക്കൊന്ന് മൂന്നാർ ഇറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയത്. അത് മാത്രമല്ല വണ്ടി എന്തായാലും എടുത്തു. നമ്മൾ ഒരു ട്രയൽ റൈഡാണ്. നമ്മൾ വേറെയും കുറേ റൈഡുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബൈക്കിൽ എങ്ങനെ ഉണ്ടാകും. കാരണം അന്ന് നമ്മൾ കൊടൈക്കനാലിൽ പോയപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം, നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ട്രാഫിക് ഇഷ്യൂസും. കാരണം നമ്മൾ 8 മിനിറ്റ് 10 മിനിറ്റിലൊക്കെ പോകേണ്ട സ്ഥലത്തൊക്കെ ഏകദേശം 4 മണിക്കൂറൊക്കെ എടുത്താണ് പോയത്. കാരണം ആ വ്ളോഗൊക്കെ കൊടൈക്കനാൽ വ്ളോഗൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. അപ്പം പിന്നെ ഞങ്ങളെ ഈ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. നമ്മളൊന്നുമല്ലാത്ത സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അപ്പം നമ്മൾ ഒന്നുമല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ എപ്പോഴും ഏറ്റവും വലുത് നമുക്ക്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ വരും, അത് വേറെ. പക്ഷെ ഒന്നും അല്ലാത്തപ്പോൾ നിങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങളാണ് നമ്മുടെ ശക്തി. അപ്പം വീണ്ടും ഈ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്ത ആൾക്കാർ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പം നമുക്ക് ഡോറയൊന്ന് വാക്ക് അറൗണ്ടായിട്ട് ഡോറയൊന്ന് കാണിച്ചു തരാം. പിന്നെ ഡോറയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ പിന്നെ ചെയ്യും. ഇപ്പോഴല്ല, അത് പിന്നെ ചെയ്ത് നമുക്ക് ഇടുന്നതാണ്. കാരണം ഇതൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ. അപ്പോൾ ഡോറ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഡോറ. കുറച്ച് മുഴക്കം കാണാം, ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ട്. കാരണം ഹെൽമെറ്റ് വേറെ തറയിലൊന്നും വയ്ക്കുക ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഡോറ. കണ്ടോ, നമ്മൾ അതിനകത്ത് ഡോറ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഡോറ എന്ന് പേര് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഡോറയുടെ ഒരു പടം. ഏകദേശമൊക്കെ കിട്ടിയെങ്കിലും കറക്റ്റ് അല്ല, ഓക്കെ എന്നാലും ഓക്കെയാണ്. ഇപ്പം നമ്മളിവിടെ ഡോറ എന്നൊരു പേര് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ഫോൺ വയ്ക്കാൻ വേണ്ടി ഇതിപ്പോൾ നമ്മൾ മേടിച്ചതിന് ശേഷം നമ്മൾ ചെയ്തതാണ്. ഫോൺ വയ്ക്കാനായിട്ടൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്കിനി പോകുന്ന വഴിയിൽ അടുത്തടുത്ത വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഭീമ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഭീമ ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്.
പോകുന്ന വഴി ഭയങ്കര പരദാഹം. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാണ്. എന്നത്തെ പോലെ അല്ലല്ലോ, ഇന്ന് വെറൈറ്റിക്ക് മാറ്റി പിടിച്ച് ബൈക്കിലാണ് ഇന്നത്തെ യാത്ര. സർബത്ത് കുടിക്കാൻ വിചാരിച്ചു. അവിടെ സർബത്ത് തീർന്നു പോയി. എന്നാ പിന്നെ ഇപ്പുറത്ത് കരിമ്പൻ ജ്യൂസ് ഉണ്ട്. കരിമ്പ് ദാഹിച്ചിട്ട് വയ്യ. വല്ലാത്ത കാലാവസ്ഥ തന്നെ. നമ്മളിപ്പം പുനലൂരൊക്കെ കഴിഞ്ഞു. മറ്റേ നമ്മുടെ ശബരിമല റൂട്ടാണ്. കരിമ്പ് ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഇനി നമ്മളടുത്ത വീണ്ടും യാത്ര തിരിക്കും. സമയം ഇപ്പം ഏതാണ്ട് 10-11 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഒരുപാട് എല്ലാവരും 9 മണിക്ക് ഇറങ്ങിയതാണ്. എന്നാൽ മക്കളൊന്നുമില്ല, നമ്മൾ മാത്രം പോകുന്നുണ്ട്. കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ വീണ്ടും യാത്ര തിരിച്ച് വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്, താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ കാറിൽ പോകുന്ന കണക്കല്ല, ബൈക്കിൽ പോകുമ്പം അതെല്ലാം നമ്മൾ മുൻകരുതി അതിന് തയ്യാറെടുത്തിട്ട് വേണം നമ്മൾ യാത്ര തിരിക്കാൻ. ഗൈസ്, എവിടെയാണെന്ന് അറിയാത്തൊരു സ്ഥലത്താണ് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കൂടെ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് ചെറുതായിട്ട് ഒരു സബ്സ്ക്രൈബറിനെയൊക്കെ ഒപ്പിച്ച് അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ്. നമ്മൾ കുട്ടിക്കാലം കട്ടപ്പന റൂട്ടാണ് പിടിച്ചത്. അപ്പം കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു മലമ്പ്രദേശത്തിലൂടെ പോകാമെന്നും പറഞ്ഞ് ആ റൂട്ട് പിടിച്ച് പോയി. എന്തായാലും പോയത് നഷ്ടമായില്ല. 2 സൈഡും നല്ല മലനിരകളാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല ഭംഗി. ഇങ്ങനെ ഫുള്ള് നല്ല സീനറിയിലൊക്കെ കാണുന്ന കണക്ക് 2 സൈഡും നല്ല മലനിരകൾ ഇങ്ങനെ കണ്ട് അങ്ങ് വരെ ഏതാണ്ട് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഒന്നും കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലിങ്ങനെ എല്ലാ വീഡിയോസും കൂടെ വെറുതെ എടുത്തിങ്ങനെ കൂട്ടി വെക്കേണ്ട, അത് ഇടുന്നതും ബുദ്ധിമുട്ടാവുമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നമ്മൾ എടുക്കാതെ പോകുമെന്നാണ്. ഇതൊക്കെ എന്താ ഭംഗി നോക്കി. ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് ഈ മല. ഇങ്ങനെ എന്താ ഭംഗി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ടപ്പന റൂട്ടിലാണുള്ളത്. റാന്നി കട്ടപ്പന അങ്ങനെ നമ്മളൊന്ന് ഫോറസ്റ്റ് ഹൈ റേഞ്ച് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് നേരെ തൊടുപുഴ അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ എങ്കിലും തൊടുപുഴ അങ്ങനെ പോയായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന വ്യൂ കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയാണ് നിർത്തിയത്. എൻ്റെ പൊന്നു, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ മനുഷ്യൻ നിർത്താതെ പോവും. അതെ, നമ്മളാണ്ട് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എത്രത്തോളം ഇതൊരു ക്യാമറയിൽ കൂടെ മനസ്സിലാവുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഒരു സ്പെഷ്യൽ വ്യൂ ആണ് ഇതൊക്കെ. ഒരിക്കലും ഇല്ലേ മറക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകൾ. വാവ്, ഒരു സംഭവം കണ്ട് ഇതൊരു വ്യൂ പോയിന്റ് ആണ്, വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ കൊടും ചൂടിൽ ഇതൊക്കെ വറ്റി കിടക്കുകയാണ് ഇവിടെ. ഇങ്ങനെ അതാണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അതിൻ്റെ അടിയിൽ. ഒരു കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് ഇച്ചിരി വെള്ളം വെച്ച് പമ്പ് ചെയ്ത് താഴോട്ട് ഒഴിക്കുകയാണ്. ഏത് സ്ഥലമൊന്നും ഒരു പിടുത്തം ഇല്ല. അത് ഞാൻ വെറുതെ പറഞ്ഞത്, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. എന്തൊക്കെ ഉണ്ട്. ഏത് സ്ഥലമൊന്നും പിടുത്തമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ട്. പക്ഷെ നല്ല വ്യൂ ആട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് 2 സൈഡിലും. അതെ അതെ അതെ, കൊടൈക്കനാലിലെ ആ ഒരു രീതിയൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്ന രീതി. വാഗമൺ റൂട്ടാണ് ഇത്. നമ്മള് കട്ടപ്പനയാണോ നമ്മളെ ഇത്രയും പെട്ടെന്ന് ഈ മഞ്ഞും തണുപ്പും ഒക്കെ കാണാൻ പറ്റുന്ന പ്രതീക്ഷിച്ചില്ല. കുട്ടിക്കാനം പറയാനില്ല.
ഒരു കാലാവസ്ഥയും നമ്മളെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മൂന്നാർ എത്തുമ്പോഴാണ് നല്ല ഒരു ചെറിയ വ്യൂ കിട്ടുന്നത്. അല്ലെങ്കിൽ തണുപ്പ്, ലേശം തണുപ്പ്. അതാ, പക്ഷെ നമ്മള് റൂട്ട് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഏരിയ. ഇത്രയും റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇട്ടിട്ട് റൈഡിങ് ഗിയേഴ്സിനകത്തൂടെ ഒക്കെ ഇത്രയും ഇല്ലേ, റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട് ഇത്രയും തണുപ്പ് കിട്ടും. ഇതെന്തോ ഡയറി ഫാം ആണെന്ന് തോന്നുന്നു കേട്ടോ, പശുക്കളൊക്കെ ഉണ്ട്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ബിക്കോസ് നമ്മൾ കൊടൈക്കനാലിൽ പോയെങ്കിലും ഐ വാസ് ഹാപ്പി. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇല്ലേ ദീപ, നമ്മുടെ നാട്ടില് ഇങ്ങനൊരു ക്ലൈമറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അതും ബൈക്കിൽ വരുന്നോണ്ട് ഈ ബൈക്കിലുള്ള ഒരു ഇല്ലേ, നമ്മൾ ഈ കാണുന്ന കാഴ്ചയുടെ പോലും പങ്കിലേറെയാണ്. അത് നമുക്ക് കാറിൽ പോയാൽ കിട്ടത്തില്ല. അവിടെ ഇത് കണ്ടിട്ട് വ്യൂ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫോണിൽ കൂടി ഇതൊക്കെ എത്രത്തോളം ഇതായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കത് അതെ ഒരു വല്ലാത്ത അല്ലേ, ഇതേതോ ഓ അമ്മേ അടിപൊളി. ഇതൊക്കെയാണ് കാണേണ്ടത്. കട്ടപ്പന എത്തിയിട്ടില്ല നമ്മള്. ടൈഫോയിഡ് ടീയുടെ ടീ ആണ് നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ഒരു കുറ്റിയും ഒരു ടീയും കണ്ടില്ലേ. അതെ, ഇത് അവരുടെ എസ്റ്റേറ്റ് ആണ്. അവരുടെ ആണെന്ന് തോന്നി പ്ലാന്റേഷൻ. ടൈഫോയിഡ് ടീയുടെ എസ്റ്റേറ്റ് ആണ്, പ്ലാന്റേഷൻ ആണ്. അമേസിംഗ് വ്യൂ ഗൈസ്. കാരണം നമ്മളിതൊന്നും ഗിയേഴ്സ് ഒന്നും ഊരാതെ തന്നെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിനുള്ള ക്ഷമയില്ലായിരുന്നു. അവിടെയുണ്ട്, അത് വെറുതെ തന്നെ. അത് അവരുടെ അവിടെ അല്ല, അതവരെയാണ് അപ്പുറത്തുണ്ടായിരുന്നു. ടൈഫോയിഡ് ടീ പ്ലാന്റേഷൻ എന്നും പറഞ്ഞ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവര്. എന്താ വ്യൂ! ഓ ഇത് ഇപ്പോഴത്തെ വ്യൂ ആയിരിക്കത്തില്ല, ഈവനിങ് വൈകുന്നേരം ഒരു നമ്മള് രാവിലെ വരുമ്പോഴും വൈകുന്നേരം അന്യ വ്യൂ ആയിരിക്കും. ഒരു മഴയും കൂടെ പെയ്താ തീർന്നു, അടിപൊളിയായിരിക്കും. അവിടെ ചെറിയ കനാല് പോലെ, ചെറിയൊരു കനാല്. അതൊക്കെ റോഡ് ഇത് വരുന്ന വഴിക്ക് ഒരുപാട് ഈ മലയിന്ന് വെള്ളം വരുന്നതിന്റെ ആ ചെറിയ ഇതുണ്ട്. പക്ഷെ നമുക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ വേനലായോണ്ട് വെള്ളമില്ല, കുഞ്ഞു നൂല് പോലെ വരും. നമുക്കത് കാഴ്ച അങ്ങനെ ആസ്വദിക്കാനും വേണ്ടിയില്ല. ഇത്രയൊക്കെ ഓടിയിട്ട് നമ്മുടെ ഡോറ ഉണ്ടല്ലേ, നല്ല പടക്കുതിര പോലെ അവിടെ ഇരിപ്പുണ്ട്. അവള് വേറെ ലെവലാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പോകുന്ന വഴി മിക്കവാറും നമ്മൾ നിർത്തി ഇങ്ങനെ പോത്തേ ഉള്ളു. കാരണം കണ്ടിട്ട് എങ്ങനെ ഇരിക്കാൻ തോന്നും, എങ്ങനെ നിങ്ങളെ കാണിക്കാൻ നമ്മൾ പോകുന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതെ, ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം ഏതാണ്ട് 2 മണിയാവാറായി സമയം. ഭക്ഷണം തേയിലത്തോട്ടത്തിൻ്റെ കീഴിൽ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴി. ഇനി ഒരുപാട് ലേറ്റായി. ഇനിയും കഴിച്ചില്ലെങ്കിൽ പണി പാളും. ഒന്നെങ്കിൽ വൊമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്ഷീണിക്കും. പ്രത്യേകിച്ച് നമ്മൾ കാറിലല്ലല്ലോ, ബൈക്കിലല്ലേ. പിന്നെ ഒരു കുഞ്ഞ് തട്ടുകട ഉണ്ട് കേട്ടോ. കുഞ്ഞ് തട്ടുകടയിൽ കയറി ചോറ് തിന്നിട്ട് പോവാം, ഊണ് കഴിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേണ്ട ദീമയ്ക്ക് അതിൻ്റെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു പോയതിൻ്റെ ക്ഷീണത്തിലാണ്. ഞാൻ അതിൻ്റെ ക്ഷീണം തീരാൻ കുറേ സമയമെടുക്കും. അപ്പം നമ്മളാണ്ടിത് ഇവിടെ നിന്നാണ് കഴിച്ച്. ചെറിയ കടയാണ്. അപ്പം ഇതാണ് ചെറിയ ഏലം, അവർ ഇവിടെ നട്ടിരിക്കുന്ന ഏലമാണ് കേട്ടോ. താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. മൊത്തം തേയിലത്തോട്ടം വരുന്നെങ്കിൽ ഇവിടെ മൊത്തം ഏലം. നമ്മുടെ നാട്ടിൽ റബ്ബർ. അതെ, നമ്മുടെ നാട്ടിൽ റബ്ബർ പോലെയാണ് ഇവിടെ ഏലം. എവിടെ നോക്കിയാലും 2 സൈഡ് ഏലം കൃഷിയാണ്. ഫുഡ് കഴിക്കാൻ കയറി എടുത്തും അതിൻ്റെ
അതെ, അതായിരുന്നു സ്റ്റാർട്ടിങ്. അവിടെ തൊട്ട് പിന്നെ ഇങ്ങോട്ടല്ല വേല നട്ടു. ഈ വീടിന്റെ പറമ്പുകളിലൊക്കെ അവര് വേല നട്ടു. ഇപ്പം നരിയാമ്പാറ എത്തി. കട്ടപ്പന നരിയാമ്പാറ, ഈ നേരെ പോകുന്ന നരിയാമ്പാറ. ഫുള്ള് ചീവികളുടെ ശബ്ദം. കട്ടപ്പന കഴിഞ്ഞ് ഇത് ഇരട്ടയാറെന്ന് പറയും. ഇരട്ടയാർ റൂട്ടാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വെയിലാട്ടോ, നട്ടുച്ച സമയം 2 മണി 2:30 കഴിഞ്ഞു, 3 മണിയൊക്കെ കഴിഞ്ഞു. ഇതാണ് കല്ലാർകുറ്റി ഡാം. അടിമാലി റൂട്ടാണ്. ഏകദേശം എത്താറായി. ഇനി ഒരു മാപ്പില് 1 മണിക്കൂറും കൂടെയാണ് കാണിക്കുന്നത് മൂന്നാറെത്താൻ. സമയം ഒരു 5 മണിയൊക്കെ ആയി കാണും. എല്ലാവരും പറഞ്ഞു വെച്ചാൽ അവിടുന്ന് വണ്ടി ഇങ്ങനെ വന്നു താഴെ പോയായിരുന്നെങ്കിൽ നല്ല സുഖമാണ്. നല്ല കുഴിയാണ് കണ്ടില്ലേ, തമിഴ്നാട് വണ്ടിയാണ്. ആ 17 പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഏറെ താമസിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ മൂന്നാറിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തോ സംഭവം ഉണ്ട്. എല്ലാം പോയി ഇനി ഒരു സ്ഥലത്ത് പോയി താമസ സ്ഥലം ഒപ്പിച്ചിട്ട് വേണം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് വിശദമായിട്ട് നോക്കി കാണാൻ. എന്നിട്ടേ കറങ്ങാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാലും പോകുന്ന വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തി കാണും കേട്ടോ. അതുണ്ടോ ബലൂണ്, അതിന്റെ പേരൊക്കെ മറന്നു കേട്ടോ. അത് തീയും കൊടുത്തി പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കറക്റ്റ് മൂന്നാറിലെത്തി. ഇനി ഒരു റൂം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം സീസൺ ടൈം ആയതുകൊണ്ട് കിട്ടാനും പാടായിരിക്കും, നല്ല റേറ്റും ആയിരിക്കും. ഇനി പോയി നോക്കട്ടെ റൂമുകൾ വല്ല കിട്ടുമെന്നേ. ഒരു റൂം കിട്ടി. ഫ്രഷ് ഒന്നും ആയില്ല, സോപ്പൊന്നും എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് സോപ്പും വേസ്റ്റും മേടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഇച്ചിരി ചായയും കൂടെ കുടിക്കാം. ബൈക്കിൽ വന്നുകൊണ്ടായിരിക്കും ഭയങ്കര തലവേദന. എനിക്കല്ല, എനിക്ക്. അതുകൊണ്ട് ചായയും കൊടൈക്കനാൽ ആഹാരം പണി തന്നുകൊണ്ട് വലിയ പേടിയാണ് ഇപ്പോൾ മേടിച്ച് തിന്നാൻ. എന്നാലും മേടിക്കും.